എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിന്റെ വിവിധ തസ്തികകളിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. സോയിൽ സർവേയുമായിട്ട് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വിവിധ തസ്തികകളിലായി 121ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ്, VHSC, +2, ഡിഗ്രി തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുമായ തസ്തികൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ 50,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്ന തസ്തികയും ഇതിലുണ്ട്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി തസ്തികകൾ ഏതൊക്കെയെന്നും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിശദവിവരങ്ങൾ നോക്കാം. കേരള സർക്കാരിന്റെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നാഷണൽ സോയിൽ മാപ്പിംഗ് പ്രോഗ്രാമിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കേരള സർക്കാർ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് ഈ വിജ്ഞാപന പ്രകാരം വിവിധ തസ്തികകളിലായി മൊത്തം 121ഓളം ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 22 വൈകിട്ട് 5 മണി വരെയാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യം ഫീൽഡ് ഓഫീസ് വിഭാഗത്തിലേക്കുള്ള തസ്തികകൾ നോക്കാം. സോയിൽ സർവേ ഓഫീസർ, ഫീൽഡ് അസിസ്റ്റന്റ്, ലസ്കർ എന്നിങ്ങനെ 3 തസ്തികകളാണ് ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലുള്ളത്. സോയിൽ സർവേ ഓഫീസർ തസ്തികയിലേക്കുള്ള വാക്കൻസികളുടെ എണ്ണം 12 ആണ്. ഈ തസ്തികയിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BSc അഗ്രികൾച്ചർ മാത്രമാണ്. കൂടാതെ 6 മാസത്തെ എക്സ്പീരിയൻസ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും, അല്ലാത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 46,230 രൂപ വരെയാണ്. അടുത്തത് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയാണ്. നമ്പർ ഓഫ് വാക്കൻസീസ് 19. ക്വാളിഫിക്കേഷൻ പാസ് ഇൻ VHSC അഗ്രികൾച്ചർ. ഈ തസ്തികയ്ക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളം 21,070 രൂപയാണ്. അടുത്തത് ലസ്കർ തസ്തികയാണ്. നമ്പർ ഓഫ് വാക്കൻസീസ് 16 ആണ്. ക്വാളിഫിക്കേഷനായി പറയുന്നത് SSLC വിജയിച്ചിരിക്കണം എന്നുള്ളത് മാത്രമാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 19,310 രൂപയാണ്. അടുത്തത് സോയിൽ ടെസ്റ്റിംഗ് ലാബിലേക്കുള്ള തസ്തികകളാണ്. റിസർച്ച് അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡർ, ഫീൽഡ് അസിസ്റ്റന്റ്, ലസ്കർ എന്നിങ്ങനെ 5 തസ്തികകളാണ് ഈ ഭാഗത്തിലുള്ളത്. റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയുടെ നമ്പർ ഓഫ് വാക്കൻസി 12 ആണ്. ഈ തസ്തികയിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BSc അഗ്രികൾച്ചർ ആണ്. കൂടാതെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി 6 മാസത്തെ ലാബ് എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 46,230 രൂപയാണ്. അടുത്തത് ലാബ് അസിസ്റ്റന്റ് തസ്തികയാണ്. നമ്പർ ഓഫ് വാക്കൻസി 7. ക്വാളിഫിക്കേഷൻ BSc ലൈഫ് സയൻസ് കെമിസ്ട്രി പ്രിഫേർഡ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 21,070 രൂപയാണ്. അടുത്തത് ലാബ് അറ്റൻഡർ തസ്തികയാണ്. നമ്പർ ഓഫ് വാക്കൻസി 7. ക്വാളിഫിക്കേഷനായി പറയുന്നത് SSLC വിജയിച്ചിരിക്കണം എന്നുള്ളത് മാത്രമാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നത് 19,310 രൂപയാണ്. അടുത്തത് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയാണ്. നമ്പർ ഓഫ് വാക്കൻസി 7. ക്വാളിഫിക്കേഷൻ പാസ് ഇൻ VHSC അഗ്രികൾച്ചർ. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ഈ തസ്തികയിലേക്ക് ലഭിക്കുന്നത് 21,070 രൂപയാണ്. അടുത്തത് ലസ്കർ തസ്തികയാണ്. നമ്പർ ഓഫ് വാക്കൻസി 12. ക്വാളിഫിക്കേഷൻ SSLC വിജയിച്ചിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 19,310 രൂപയാണ്. ഇനി മറ്റുള്ള ഭാഗത്തിൽപ്പെടുന്ന 3 തസ്തികളാണ് ഉള്ളത്. GIS എക്സ്പെർട്ട് തസ്തികയുടെ നമ്പർ ഓഫ് വാക്കൻസി 20 ആണ്. ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ ജിയോ ഇൻഫോർമാറ്റിക്സ് ആണ്. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ഈ തസ്തികയിലേക്ക് ലഭിക്കുന്നത് 32,550 രൂപയാണ്. അടുത്തത് പ്രൊജക്ട് കൺസൾട്ടന്റ് തസ്തികയാണ്. നമ്പർ ഓഫ് വാക്കൻസി 2 ആണ്. പ്രൊജക്ട് കൺസൾട്ടന്റ് തസ്തികയുടെ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത്
മിനിമം 15 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് സോയിൽ സർവേ ആണ്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടില്ല. പ്രതിമാസ ശമ്പളമായി ഈ തസ്തികയിലേക്ക് ലഭിക്കുന്നത് 50,000 രൂപയാണ്. അടുത്തത് ഡാറ്റ എൻട്രി തസ്തികയാണ്. നമ്പർ ഓഫ് വാക്കൻസി 7. ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് +2 DCA ആണ്. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 22,240 രൂപയാണ്. ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി കണക്കാക്കുന്നത് 2025 ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കിയാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയായിരിക്കും. ഈ തസ്തികകളിലേക്കെല്ലാം ഉദ്യോഗാർത്ഥികളെ 1 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയിലൂടെ ആയിരിക്കും. ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 22 വൈകിട്ട് 5 മണി വരെയാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളെല്ലാം CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ജനുവരി 22 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായും തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് ഇൻഫർമേഷനുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്